ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ന് നടന്നിട്ടുള്ള ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സ് എഴുതിയിട്ടുള്ള PSC എക്സാംസിൻ്റെ ഒരു ഒരു ആൻസർ കീ അനാലിസിസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു 5ഓളം എക്സാംസിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നടന്നിട്ടുള്ള ഒരു എക്സാമാണ്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ അതിന്റെ ഒരു ആൻസർ കീ ഫസ്റ്റ് ലെവൽ അനാലിസിസ് എന്നുള്ള രീതിയിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2019ലും 2020ലുമായി വിളിച്ച 5 പോസ്റ്റുകൾ, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് AE, then അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ, then ടൈറ്റാനിയം പ്രോഡക്ട്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, then അസിസ്റ്റന്റ് മാനേജർ സെറാമിക്സ് കേരള സെറാമിക്സിലേക്കുള്ളത്, അങ്ങനെ വിവിധ ഫോർമാൻ ഇലക്ട്രിക്കൽ, ഇങ്ങനെ 5 പോസ്റ്റുകളിലേക്കുള്ള കോമൺ ടെസ്റ്റ് ആണ് നടന്നത്. ബിടെക് ക്വാളിഫിക്കേഷനിലുള്ള ടെസ്റ്റ് ആയിരുന്നു. ഒത്തിരി പേര് ഇതിനായിട്ട് ഒരു വർഷത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അതിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞു. എന്റെ ആൻസർ കീ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മളിത് എക്സ്പെർട്ട് കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഈ ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല. അപ്പോൾ മാക്സിമം എറർ ഫ്രീ ആക്കിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ലേറ്റർ ആഫ്റ്റർ ഫർദർ ഡിസ്കഷൻ കൺഫേം ചെയ്ത് പറയുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഫർദർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ ഇതിന്റെ ഒരു ആൻസർ കീ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടോർ ഈസ്. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, DC മോട്ടറിന് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചാണ്. ഏതാണ് ആൻസർ വരിക? കറന്റ് വേഴ്സസ് ടോർക്ക്, എഫിഷ്യൻസി വേഴ്സസ് സ്പീഡ്, കറന്റ് വേഴ്സസ് സ്പീഡ്, ഇവിടെ ടോർക്ക് വേഴ്സസ് സ്പീഡ്. ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോർക്ക് വേഴ്സസ് സ്പീഡ് ആണ്. ടോർക്ക് വേഴ്സസ് സ്പീഡ് ക്യാരിയാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കേ, then second question, what will be the number of poles to get maximum speed for an alternator? ഒരു ഓൾട്ടർനേറ്ററിന് മാക്സിമം സ്പീഡ് കിട്ടാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് പോൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്? നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു 120 F/P ആണ് അല്ലെ? സിംഗിളസ് സ്പീഡ് ഓഫ് ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിളസ് മെഷീൻ ആണ്, സിംഗിളസ് ജനറേറ്റർ ആണ്. അതിന്റെ സ്പീഡ് NS ഈസ് ഈക്വൽ ടു 120 F/P, വേർ ദിസ് P ഈസ് നമ്പർ ഓഫ് പോൾസ്. ഈ പോൾസിന് ഏത് വാല്യൂ ആണ് മാക്സിമം സ്പീഡ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. മാക്സിമം സ്പീഡിന് പോൾസിന്റെ വാല്യൂ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻസിൽ 2, ഏറ്റവും മിനിമം കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. സോ മിനിമം വാല്യൂ ഓഫ് P വരുന്ന സമയത്ത് നമ്മുടെ സിങ്ക്രോണസ് സ്പീഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ NS മാക്സിമം ആവുന്നത് when P is equal to 2. ഓപ്ഷൻ C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. The next question, the starting torque of a 3-phase induction motor is directly proportional to starting torque. Induction motorന്റെ starting torque. Induction motorന്റെ equation എന്ന് പറയുന്നത് torque equation S into E2 square R2 divided by root of R square plus SX2 whole square ആണ് അല്ലേ? SX2 whole square ആണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് ചോദിക്കുന്നത്. സ്റ്റാർട്ടിംഗിൽ S is equal to 1 ആണ്. അപ്പൊ ഇക്വേഷനിൽ S is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം ഇക്വേഷൻ റെഡ്യൂസ് ആവുന്നതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ടോർക്ക് പ്രൊപ്പോർഷണൽ ടു E സ്ക്വയർ ആണ്. ടോർക്ക് പ്രൊപ്പോർഷണൽ ടു E2 സ്ക്വയർ ആണ്. E2 എന്ന് പറഞ്ഞാൽ റോട്ടർ EMF ആണ്. That is proportional to the supply EMF V2. So option C is the correct answer. The next question, carbon brushes are preferred over copper brushes in DC machines. What is the reason for that? അപ്പോൾ ഏറ്റവും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബെസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ബ്രഷ് ആണ് ഇതിന്റെ ആൻസർ. സോ ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. Okay. The next question, what will be the change in EMF induced in a DC generator if flux is reduced by 20% and speed is increased by 20%? എന്താണ്? Okay, നമുക്ക് EMF ന്റെ ഇക്വേഷൻ അറിയാം. സോ EMF ന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കറിയാം E is equal to 5Zn P/A 60 ആണ് നമ്മുടെ ജനറേറ്റഡ് EMF ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കോൺസ്റ്റൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി എഴുതുവാണെങ്കിൽ എന്ത് വരും? ഈ പ്രൊപ്പോർഷണൽ ടു 5n എന്ന് വരും അല്ലെ? ഈ പ്രൊപ്പോർഷണൽ ടു 5n എന്ന് വരും. ഫ്ലക്സ് 20% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് റിലേഷൻ ആയിട്ട് ആ രണ്ട് റിലേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ചേഞ്ച് കിട്ടും. E1 by E2 എടുക്കുക. E1 by E2. So E1 is 5/1 N1 by 5/2 N2. And what is 5/2? 5/2 is reduced by 20%. അതായത് 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ടൈംസ് ഓഫ് 5/1 ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും 5/2 is 0.8 times 5/1. ഇതൊരു റിലേഷൻ ആണ് തന്നിരിക്കുന്ന ഡാറ്റ. And speed is increased by 20% ആണ്. Increased by 20% ആണ്. So N2 എന്ന് പറയുന്നത് എന്ത് വരും? 1.2 N1 വരും. ഓക്കെ, സോ നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ട്. ഈ രണ്ട് റിലേഷനിൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E2 ഇൻ ടേംസ് ഓഫ് E1 കിട്ടും. E2 മൈനസ് E1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കിട്ടുന്ന ആൻസർ എന്താണ്? 4%. അതായത് പോയിന്റ് E2 is equal to 0.96 E1. അതായത് ഒരു 4% റെഡ്യൂസ് ആയിട്ടുണ്ട്. 4% റെഡ്യൂസ്ഡ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. The next question. A DC motor connected to 220 volt supply takes 60 ampere. The power developed in the armature is maximum when the back EMF is. നമ്മുടെ ഡി സി ജനറേറ്ററിന്റെ പവർ അനാലിസിസ് പവറിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു മാക്സിമം ഡെവലപ്ഡ് ടോർക്കിന് അല്ലെങ്കിൽ മാക്സിമം പവർ ഔട്ട്പുട്ടിന് എന്താണ് ഡിഫറൻഷ്യൽ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച റിലേഷൻ ആണ് എന്താണ് EB is equal to V/2 അല്ലേ? ബാക്ക് EMF is equal to സപ്ലൈ വോൾട്ടേജ് ഡിവൈഡ് ബൈ 2. സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 വോൾട്ട് ആണ്. സോ ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 220 ഡിവൈഡ് ബൈ 2. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 110 വോൾട്ട് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. The next question. If the primary current of a transformer is twice the secondary current, then it is which type transformer? ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നാണ്. സോ I1 is 2, I2 ആണ്. അതായത് പ്രൈമറി സൈഡിൽ കറന്റ് കൂടുതലാണ് കമ്പയർഡ് ടു സെക്കൻഡറി. പ്രൈമറി സൈഡിൽ എന്താണ് കറന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ പ്രൈമറി സൈഡിൽ പെന്നിലേക്ക് ആയില്ല. സോ പ്രൈമറി സൈഡിൽ കറന്റ് ട്വൈസ് ദി സെക്കൻഡറി ആണ്. സോ I1 is 2, I2. സോ പ്രൈമറിയിൽ കറന്റ് കൂടുതലാണ്. സോ നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ എന്ന് പറയുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് V1 I1 is equal to V2 I2. സോ പ്രൈമറിയിൽ കറന്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ പ്രൈമറിത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. സെക്കൻഡറിയിൽ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. സെക്കൻഡറിയിൽ കറന്റ് എന്തായിരിക്കും? കുറവാണ്. സോ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവ്, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ്. ഓപ്ഷൻ ഡി ആണ് സ്റ്റെപ്പ് അപ്പ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The iron silicon alloy core is used in transformer 2. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ കോർ ഉണ്ടാക്കാൻ നമ്മൾ അയൺ സിലിക്കൺ അലോയ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എൻഷുർ ഹൈ പെർമിയബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്, കീപ് ദ മിനിമം അയൺ ലോസ്. രണ്ടാണ് ഓപ്ഷൻസ് ഉള്ളത്. രണ്ടും ശരിയാണല്ലേ? എന്തിനാ? മാഗ്നറ്റിക് കോറിന് പെർമിയബിലിറ്റിയും കൂട്ടണം, അതുപോലെ അയൺ ലോസ് കുറയ്ക്കുകയും വേണം. രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ അലോയ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The most economically used transformer connection is dash for small current and high voltage applications. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ അങ്ങനെയുള്ള കണക്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ലീസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് സ്റ്റാർ. പക്ഷേ ഇവിടെ ഒരു സൈഡ് ഒരു 40 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ there is a 40 volt supply is connected across that. Find the current through 2 ohm resistor. വേറെ റെസിസ്റ്റർ കൂടെ തന്നിട്ടുണ്ട്. ആ 2 ohm എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 4 ohm റെസിസ്റ്റർ. ആൾറെഡി ഇതിലുള്ള സീരീസിലുള്ള ഈ 4 ohമിന് അക്രോസ് 2 ohm കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് എ കറന്റ് ത്രൂ ദാറ്റ് 2 ohm എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിൽ എൻറ്റയർലി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറന്റ് ആദ്യം കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇതിന്റെ ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ 4 ohമും 2 ohമും പാരലൽ ആണ്. സോ 4 ohm പാരലൽ 2 ohm, 4 into 2 divided by 4 plus 2. അതായത് 8 അതിന്റെ റിസൾട്ടും ഈ 3 ohm കൂടി ആഡ് ചെയ്യുക സീരീസ് ആയതുകൊണ്ട് അങ്ങനെ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. ഈ വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കറന്റ് കിട്ടും. ഈ കറന്റ് ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പാരലൽ കണക്ഷൻ ആണ്, കറന്റ് സ്പ്ലിറ്റ് ആയി പോകും. സോ നമ്മൾ കറന്റ് ഡിവിഷൻ റൂൾ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ മെയിൻ കറന്റ് ഇൻറ്റു നമുക്ക് ഏതിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കേണ്ടത്? 2 ohമിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കേണ്ടത്. സോ മെയിൻ കറന്റ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 plus 4. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6.1 ആംപിയർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് വെൻ ഇറ്റ്സ് തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. അതായത് ആ ഒരു പവർ ട്രാൻസ്ഫർ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് തമ്മിൽ മാച്ചിങ് വേണം.
മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സോഴ്സ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ് ഈക്വൽ ആവുന്ന കണ്ടീഷൻ ഈക്വൽ ടു ആണ് ആൻസർ വരിക. ഓക്കെ, സോ അതാണ് ആൻസർ. Then 3 resistors RAB, RBC and RC are connected in delta whose values are in the ratio 1:2:4. Okay, delta connected resistors in the ratio വന്നിട്ടുണ്ട്. Then ratio equivalent to resistance in star. അതാണ് ചോദ്യം. അതായത് സ്റ്റാറിലുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. നമ്മൾ എ ബി സി ഇങ്ങനെ ഒരു ഡെൽറ്റ കണക്റ്റഡ് റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? RAB 1 ആണ്, RBC 2 ആണ്, RCA 4 ആണ്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന സ്റ്റാർ വാല്യൂസ് റേഷ്യോയിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? ഇക്വലന്റ് സ്റ്റാർ എന്ന് പറയുന്നത്. സോ ഇക്വലന്റ് സ്റ്റാർ വരികയാണെങ്കിൽ ഇത് RA വരും, ഇത് RB വരും, ഇത് RC വരും. ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? RA is equal to 4 into 1 divided by 4 plus 1 plus 2. അതുപോലെ RB എന്ന് പറയുന്നത് 2 into 1 divided by 4 plus 1 plus 2. Similarly RC എന്ന് പറയുന്നത് 4 into 2 divided by 4 plus 2 plus 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 2:1 ആണ്. 2:1:4 ആണ് ഇതിന്റെ ആൻസർ. ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഓപ്ഷൻ ബി കിട്ടും. ഓക്കെ, ഡീറ്റെയിൽ സൊല്യൂഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. Okay, then next question. The reactive power of a RLC circuit connected to an AC source is proportional to. Reactive power Q ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? Q ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ആ ഓപ്ഷൻസ് തമ്മിൽ ഒരു ആണെങ്കിൽ ഒരു അതെ, നമുക്ക് ഇവിടെ ഓപ്ഷൻ എലിമിനേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ആൻസർ കണ്ടെത്തുക. ആവറേജ് എനർജി സ്റ്റോർഡ് അല്ല, ആവറേജ് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക്കൽ അല്ല, മാഗ്നറ്റിക് അല്ല, സം ഓഫ് എനർജിയും ആകില്ല. പിന്നെ ഉള്ളത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. Okay, option D. Okay, next question. The resonance frequency of a RLC circuit is F0. Resonance frequency അറിയാവുന്നതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. Resonance frequency is F0 is 1/2π√LC ആണ്. The value of parameters halved, അതായത് പകുതിയാക്കി. അതായത് ഇതിലുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും. സോ L എന്തായി? L/2 ആയി. C എന്തായി? C/2 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ റെസൊണന്റ് ഫ്രീക്വൻസി എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ F0 ഡാഷോ നമുക്ക് അങ്ങനെ F0 ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2π റൂട്ട് എന്ത് വരും? 1/2π റൂട്ട് L എന്താവും? L/2 ആവും. C എന്താവും? C/2 ആവും. സോ 2 × 2 4 ആണ്. റൂട്ടിനെ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്താവും? 2 ആയിട്ട് ഡിവൈഡ് ബൈ 2 ആവും. സോ ഇതെന്താവും? ക്യാൻസൽ ആയി പോകും. ഓക്കെ, F0 ഡാഷ് ഇസ് ഈക്വൽ ടു 1/π√LC ആണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? 2F0 ട്വൈസ് ദി റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ട്വൈസ് വന്നിട്ടുണ്ട് ഇങ്ങനെ കമ്പോണൻസ് ഹാഫ് ആയി കഴിയുമ്പോൾ. ഓക്കെ, then next question. If the amplitude of the voltage applied to a resistor, ഒരു റെസിസ്റ്റർ വാല്യൂ തന്നിട്ടുണ്ട് 6, 8 ohm ആണ്. XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നിട്ടുണ്ട് 6 ohm ആണ്. സീരീസ് സർക്യൂട്ട്, RL സീരീസ് സർക്യൂട്ട് ആണ്. സോ വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് 150 വോൾട്ട് ആണ്. സോ 150 വോൾട്ട് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. സോ RL സീരീസ് സർക്യൂട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ 8 ohm ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ 6 ohm ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ കറന്റ് ത്രൂ ദി സർക്യൂട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇംപിഡൻസ് ആണ്. സോ ഇതിന്റെ RL കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു √(R² + XL² ആണ്. R ന്റെ വാല്യൂ 8 ആണ്. സോ 8² + XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? V ഡിവൈഡ് ബൈ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150. സോ 150 ഡിവൈഡ് ബൈ √8² + 6². സോ 150 ഡിവൈഡ് ബൈ √100. √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 150/10 ആൻസർ ഈസ് 15. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്കൊരു ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ. സോ വെൽക്കം ബാക്ക്. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഓൾറെഡി കുറച്ച് ചാറ്റുകൾ വന്നിട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. സോ റിനു ചോദിച്ചിട്ടുണ്ട് 9th ആൻസർ ഈസ് ഡെൽറ്റ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലെവൽ ആൻസർ കീ ആണ്
നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. കൂടാതെ ഇതിന്റെ ഒരു ആൻസർ കീ നമ്മൾ കൺഫ്യൂസിംഗ് ആണ് നമ്മൾ ആൾറെഡി പറഞ്ഞു. സോ അതിന്റെ അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ള രീതിയിലാണ് സ്റ്റാർ നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. Two coils A and B of same material are connected in parallel across the supply. The coil A has diameter and length double that of coil B. A യുടെ diameter എന്താണ്? The coil A has diameter and length. Diameterും lengthും രണ്ടും എന്താണ്? Double that of coil B. Okay, the heat produced by the coil A is dash of that കോയിൽ ബി. അതായത് കോയിൽ ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെ, ഓക്കെ. നമ്മൾ അതിനെ എന്നാ ചെയ്യുന്നത്? പാരലൽ കണക്ഷനിലുള്ള രണ്ട് കോയിൽസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസിന്റെ ബേസിലായിരിക്കും ഇതിന്റെ ഹീറ്റ് പ്രൊഡക്ഷൻ വരിക. കാരണം നമുക്കറിയാം റെസിസ്റ്റൻസ് റിലേഷൻ നമ്മളൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ I² R ആണ് പവറിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ കറണ്ട് മാക്സിമം വരുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മിനിമം ഉള്ളതിനായിരിക്കും കറണ്ട് മാക്സിമം വരിക. അപ്പൊ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ കുറവെന്ന് കണ്ടുപിടിക്കാം. റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. R is equal to rho L by A. അതില് rho L by A ആണ് റിലേഷൻ. സോ അതിൽ രണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോയിൽ A has diameter and length double that of coil B. അപ്പൊ കോയിൽ B യുടെ ഇതാണെങ്കിൽ RA എന്ന് പറയുന്നത് rho into 2L divided by area. A എന്ന് പറഞ്ഞാൽ πr² ആണ്. ഡയമീറ്റർ ഡബിൾ ആണ്. സോ റേഡിയസും എന്തായിരിക്കും? ഡബിൾ ആവും. അപ്പൊ അവിടെ 4A എന്നുള്ള രീതിയിൽ വരും. അപ്പൊ RAയുടെ വാല്യൂ RB/2 എന്നാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ RB ആണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ കൂടുതൽ കറണ്ട് വരിക എവിടെയായിരിക്കും? RAയിലായിരിക്കും. അപ്പൊ ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ കോയിൽ A ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കോയിൽ B എന്നുള്ളതായിരിക്കും. സോ റെസിസ്റ്റൻസിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ. The power factor of a RLC series circuit connected to 230 volt 50 Hz supply is 0.8. If the capacitor is removed from the circuit, the power factor becomes 0.625. What will be the power factor if inductor is also removed from the circuit? വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു RLC സർക്യൂട്ട് അതിന്റെ പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്ന് നമ്മൾ ഏത് റിമൂവ് ചെയ്യാണ്? കപ്പാസിറ്റർ റിമൂവ് ചെയ്യാണ്. അതിനുശേഷം ഇൻഡക്ടർ റിമൂവ് ചെയ്യാണ്. സോ കപ്പാസിറ്ററും ഇൻഡക്ടറും റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് എന്തായിരിക്കും? സെയിം ഫേസ് ആയിരിക്കും. സോ cos phi പവർ ഫാക്ടർ എത്രയാണ്? 1 ആണ് ആൻസർ. സോ ഓപ്ഷനിൽ 1 ഇല്ല. സോ നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ കുറെ ഡാറ്റ തന്നിട്ടുണ്ട് എന്നുള്ളൂ. ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged to 0.06 joule energy is removed from the capacitor. Okay, അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ E is equal to half CV² ആണ്. ഓക്കെ, ഇതാണ് ഇനീഷ്യലി ഉള്ള എനർജി എന്ന് പറയുന്നത്. വാല്യൂ 1 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനീഷ്യൽ വോൾട്ടേജ് അല്ല ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഉള്ള വോൾട്ടേജ് 400 തന്നിട്ടുണ്ട്. 400 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യലി ഉള്ള ടോട്ടൽ എനർജി കിട്ടും. നമുക്ക് കിട്ടും. ആ ടോട്ടൽ എനർജിന്ന് ഇത്ര എനർജി റിമൂവ് ആയി കഴിഞ്ഞാൽ ആ പൊസിഷനിൽ വരുന്ന വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പുതിയ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ എനർജി മൈനസ് എന്ത് ചെയ്താൽ മതി? 0.0. ഇതിപ്പോ ഒരു E1 എന്നുള്ള വാല്യൂ ആണെങ്കിൽ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.06 ജൂൾ ചെയ്യുക. അപ്പൊ കിട്ടുന്ന എനർജി E2 ആണ്. അപ്പൊ E2ൽ നിന്ന് അഗൈൻ ഹാഫ് CV² ഇക്വേറ്റ് ചെയ്ത് ഹാഫ് CV². സി നമുക്ക് അറിയാം. സെയിം കപ്പാസിറ്റർ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം കപ്പാസിറ്റൻസ് വാല്യൂ കൊടുക്കുക. E2ന് ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ വിയുടെ വാല്യൂ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 200 എന്ന് കിട്ടും. ഓക്കെ, V = 200 എന്ന് കിട്ടും. ഓക്കെ, 200 വോൾട്ട്. 200 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Quality factor of a RC series circuit is dash to the power factor. അതായത് ക്വാളിറ്റി ഫാക്ടർ Q ഫാക്ടറും പവർ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതാണ്. The magnetic susceptibility of a paramagnetic material is പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഗ്രേറ്റർ ദാൻ 0, പക്ഷെ വെരി സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? ലെസ് ദാൻ 1 ആണ്, പക്ഷെ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്താണ്? പോസിറ്റീവും കൂടെയാണ്. അപ്പൊ എന്താണ്? ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ്.
അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. The self-inductance of a coil A is LA and that of coil B is LB. By keeping the mutual inductance between the coils same, if the self-inductance of coil B is increased by 4 times, what will be the change in coupling coefficient? So mutual inductanceും coupling coefficientും സെൽഫ് ഇൻഡക്ടൻസും തമ്മിലുള്ള റിലേഷൻ M is equal to K into root of L1 L2 അല്ലെങ്കിൽ LA LB ആണ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഇനീഷ്യലി ഉള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ട് കേസസ് ആയിട്ട് എടുക്കുക, M1 M2 എന്ന് പറഞ്ഞ രണ്ട് കേസസ് എടുക്കുക. LA LB ഒരെണ്ണം ഇൻക്രീസ് ബൈ 4 ടൈംസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഈ റൂട്ടിന്റെ അകത്ത് ഒരു ബൈ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? രണ്ടും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് കപ്ലിംഗ് കോഎഫിഷ്യന്റിന്റെ K1 K2 ആണെങ്കിൽ രണ്ടും നമുക്ക് ആ റിലേഷൻ K1 in terms of K2 റെപ്രസെന്റ് ചെയ്യുക, K2 കണ്ടുപിടിക്കുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ആണ് കിട്ടുന്നത്, റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two inductance coils A and B are in series with the axis of one coil perpendicular to the axis of the other. Then mutual inductance is. Perpendicular condition ആണ് പറഞ്ഞേക്കുന്നത് രണ്ട് കോയിൽ. Most appropriate answer 0 ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അപ്ഡേറ്റ് ചെയ്യാം. Okay. So the energy stored in inductor coil is dash to square of current. So energy stored equation നമുക്ക് അറിയാം, E is equal to half Li square ആണ്. So current ആയിട്ട് എങ്ങനെ റിലേഷൻ? Directly proportional to square of current. So I square ആയിട്ടാണ് റിലേഷൻ. So directly proportional ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. Okay. Coil A has time constant of 2 seconds and an inductance of 4 Henry. If the coil is connected to 40 volt source, what will be the rate of rise of current in ampere per second at the instant of switching? Ampere second ആണ് ചോദിച്ചേക്കുന്നത്. So voltage current relation in an inductor is V is equal to L into di by dt ആണ് റിലേഷൻ. അതിൽ നമുക്ക് di by dt ആണ് കണ്ടുപിടിക്കാൻ. V40 തന്നിട്ടുണ്ട്. V40 L ന്റെ വാല്യൂ 4 ഹെൻറി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. di by dt is equal to V by L 40 by 4. So answer is option A. 10 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. Okay, next question. The ratio of magnetization to magnetizing force. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? Susceptibility. Psi എന്നുള്ള ടേം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The potential inside a charged hollow sphere is. ബേസിക് കൺസെപ്റ്റ് ആണ്, 0 ആണ് ആൻസർ. ഓപ്ഷൻ എ. The area of hysteresis loop is a measure of. അതായത് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്തിന്റെ മെഷർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളൊരു ബി എച്ച് കർവ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ബി എച്ച് ഓൺ എക്സ് ആക്സിസ്. സോ ആ കർവ് എന്ന് പറയുന്നത് ആ ഒരു എനർജി ലോസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഒരു മെറ്റീരിയലിൽ AC കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് റിവേഴ്സൽ ഓഫ് കറന്റ് കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് ആണ് അല്ലെ. അത് നമ്മളൊരു ഹിസ്റ്റീരിസിസ് കർവ് വെച്ച് ആണ് കാണിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നതാണ് ആ ലോസിനെ കാണിക്കുന്ന ടേം. സോ എനർജി ലോസ് പെർ സൈക്കിൾ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. The Faraday's law of electromagnetic induction and Lenz's law are summarized by the equation. So Faraday's law of electromagnetic induction നമുക്ക് അറിയാം, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ അറിയാം. പക്ഷേ ലെൻസസ് ലോനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ലെൻസസ് ലോയിൽ നമ്മൾ ആ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കൂടെ പറയുന്നുണ്ട്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഓപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. സോ ഒരു മൈനസ് സൈനും കൂടെ വരും. സോ മൈനസ് n ഇൻറ്റു d∅/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. സോ ഇതിൽ വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി നിങ്ങൾ നോക്കിയേ, is equal to minus d psi by dt. So minus sign കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാനുള്ള കാരണം ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോയുടെ ഒരു ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നത്. അതായത് ഈ n∅ ആണ് സൈൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇതെന്ത്. ഓക്കേ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഫ്ലക്സ് ലിങ്കേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കേ ഓക്കേ, സോ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The magnetic field required to reduce the residual magnetization to 0. BH കർവിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ BH കർവിൽ നമ്മൾ H അപ്ലൈ ചെയ്യുന്നു. സോ H 0 ആയാലും there will be some value for B. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? റെസിഡ്യൂവൽ മാഗ്നറ്റിസം. റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറയും. Then റിലേറ്റിവിറ്റി. Then ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ H വാല്യൂ വരുന്ന സമയത്ത് B യുടെ വാല്യൂ എന്താവും? 0 ആവും. അതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് കോയേസിവിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ, കോയേസിവിറ്റി. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി 0 ആക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ എത്ര മാഗ്നറ്റൈസേഷൻ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് കോയേസിവിറ്റി. ഓക്കെ,
Then next question. The distribution transformers are used for lower dash. Distribution transformers എങ്ങനെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയിലേക്കുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രൈമറി സൈഡ് എപ്പോഴും എനർജൈസ്ഡ് ആയിരിക്കും, പക്ഷെ സെക്കൻഡറി സൈഡിലെ ലോഡ് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അത് ഡിപ്പെൻഡന്റ് ഓൺ കസ്റ്റമേഴ്സ് ആണ്. ചിലപ്പോൾ ചിലർ നമ്മൾ വീട്ടിൽ ഫാൻ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഫ്രിഡ്ജ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ടി വി ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അതനുസരിച്ച് ലോഡ് മാറുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ. അപ്പൊ അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അതിന്റെ പ്രൈമറി സൈഡിൽ ഉണ്ടാവുന്ന കോർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. Iron loss. Option A ആണ് ആൻസർ. Okay. The most appropriate way of mitigating the problem of interference between power line and communication line is to. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, പക്ഷെ ഇവിടെ ഒരു ചെറിയ ഡൗട്ട് വരും ചിലർക്കെങ്കിലും തോന്നിയിട്ടാണ് ഈ ട്രാൻസ്പോസിഷൻ ആണ് ഇതിന്റെ ആൻസർ എന്നുള്ളതിൽ ഡൗട്ട് വരില്ല. പവർ ലൈനും ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ലൈനും ഉണ്ട്, രണ്ട് ഓപ്ഷനും അതിലുണ്ട്. ഓക്കേ, എന്തായിരുന്നു ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ലെങ്ത് ഓഫ് ലൈൻ L/3 ലെങ്തില് ഈ ലൈൻസിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഈ പാറ്റേണിൽ ചേഞ്ച് ചെയ്ത് വിടുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്പോസിഷൻ അല്ലെ. ഇവിടെ ഇപ്പൊ ABC ഓർഡർ ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ CAB ഓർഡർ ആയി. എന്തിനത് ഇക്വലൻസ്, ഇൻഡക്ടൻസ് ഇക്വലൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്പോസിഷൻ ഓഫ് പവർ ലൈൻ ആണ് ഈ കേസിൽ ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, then next question. What will be the nature of fault if a power system is subjected to a fault which makes the zero sequence component of actual current equal to 0? നല്ല കേട്ടോ, ഇതിന്റെ ആൻസർ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ സിസ്റ്റം ഫോൾട്ടില് സീറോ സീക്വൻസ് കമ്പോണന്റ് സീറോ ആകുന്ന ഫോൾട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സീറോ സീക്വൻസ് കമ്പോണന്റ് പ്രസന്റ് ആണ്. ഇവിടെ ഗ്രൗണ്ട് ഫോൾട്ട് ഇല്ലാത്തത് LL അല്ലെങ്കിൽ ഡബിൾ ലൈൻ ഫോൾട്ടിൽ മാത്രമാണ്. അപ്പൊ LL ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ചെറിയൊരു ഇതാണ്. ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ. Which of the following stabilities increased with the use of high speed circuit breakers in power system? Okay, അവര് ഒത്തിരി സ്റ്റെബിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ എപ്പോഴാ ഫോൾട്ടിന്റെ സമയത്താണ് സർക്യൂട്ട് ബ്രേക്കർ ആക്ട് ആവുക അല്ലെ. ഫോൾട്ട് വരുമ്പോൾ നമുക്ക് ഏത് സ്റ്റെബിലിറ്റിയാ അതിനകത്ത് നോക്കുക, നമ്മൾ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. അതാണ് ആൻസർ വരിക. Okay. A transmission line has 4 units of string insulators. The voltage across the bottommost unit is 45% of the total voltage. തന്നിരിക്കുന്ന ഡാറ്റ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. N equal to 4, V1 is equal to 45% of V. Then the string efficiency. So string efficiency the equation eta is equal to V total divided by N into V1. ഓക്കെ, സോ ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ വരുന്നത് 55.55%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിംഗിൾ ഫേസ് 2 conductor lines separated at a distance 1.5 meter apart with radius of 2 cm each produce a self inductance. സെൽഫ് ഇൻഡക്ടൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ ഒരു 2 conductor ലൈൻ ആണ് അല്ലേ. നമ്മൾ പ്രോസസർ GMD GMR ഒക്കെ വെച്ച് പഠിക്കുന്നുണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? 0.4 × 10⁻⁻⁷ log d by r dash ആണ് വരിക. വേറെ r dash is എന്താ 0.77 ഈയുടെ ടേംസിൽ 0.77. അതിന്റെ ആ കോൺസ്റ്റന്റ് വാല്യൂ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു r ആണ് അല്ലേ. അപ്പോൾ ആറോട് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ, 1.5 മീറ്റർ എപ്പാർട്ടാണ്. അപ്പൊ എല്ലാം മീറ്ററിലേക്ക് ആക്കുക, എല്ലാം മീറ്ററിലേക്ക് ആക്കിയിട്ട് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കുറച്ച് ഡിലേ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ലോ കാൽക്കുലേഷൻ വന്നുകൊണ്ട് പലവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മേ ബി ആൻസറിലേക്ക് എത്താൻ ഒരുപാട് ടൈം കൺസ്യൂം ആയിട്ടുണ്ടാവും. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എനിക്ക് ഹെൻറിയിലും മീറ്ററിലുമാണ് കിട്ടുക. പക്ഷേ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, മില്ലി ഹെൻറിയിലേക്കും കിലോമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഇതിന്റെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ് ട്ടോ. ഓക്കേ, സോ അതിനെ കൺവേർട്ട് ചെയ്യണം ബിക്കോസ് ഓപ്ഷനിൽ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The octal number, ഒരു octal number തന്നിട്ടുണ്ട്, is equivalent to which of the following? അതായത് നമുക്ക് ഹെക്സാഡെസിമലിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഒക്ടൽ ആണ്. സോ ഒക്ടലിനെ നേരിട്ട് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഒക്ടലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ദെൻ ബൈനറി ടു ഹെക്സാഡെസിമൽ. സോ 752.222. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് എന്ത് ചെയ്താൽ ബൈനറി. സോ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. എന്താ വരുന്നത്? 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111. ശ്രദ്ധിക്കേണ്ടത് ഒക്ടലിനെ ബൈനറി ആക്കുമ്പോൾ
3 ബിറ്റ് ആണ്, 3 ബിറ്റ് കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. 1 1 1 1 0 1 then 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 0 then 0.222 0 1 0 0 1 0 0 1 0. then ഗ്രൂപ്പിംഗ് ചെയ്താൽ നമുക്ക് ഇതിനെ എന്താക്കാം, ഹെക്സാഡെസിമൽ ആക്കാം. ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ഡെസിമൽ പോയിന്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹെക്സാഡെസിമൽ ആണ്, 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ്, 4 ബിറ്റിന്റെ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക. റൈറ്റ് സൈഡിലേക്ക് 4 ബിറ്റിന്റെ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക. സോ ഇത് 1 തന്നെയാണ് വരുന്നത്. then ഇതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇ, then ഇതിന് കറസ്പോണ്ടിങ് എ, then 0 1 0 0 4 9. സോ ഓപ്ഷൻ ബി. സോ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യല്ല വേണ്ടത്, ആദ്യം ബൈനറി, then നമ്മൾ 4 ബിറ്റിന്റെ ഗ്രൂപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കിട്ടും. ഓപ്ഷൻ ബി. Then next question, a 4-bit triple counter and a 4-bit synchronous counter are made using flip-flops having a propagation delay of 10 nanosecond each. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 10 നാനോസെക്കൻഡ് ആണ്. ഇഫ് ദ വേർസ്റ്റ് കേസ് ഡിലേ ഈസ് ഇൻ ദ റിപ്പിൾ കൗണ്ടർ ആൻഡ് ദ സിഗ്നസ് കൗണ്ടർ ക്യാൻ ബി ആർ ആൻഡ് എസ്. ഓക്കെ, അപ്പൊ റിപ്പിൾ കൗണ്ടറിന്റെ ഡിലേ ആറും സിഗ്നസ് കൗണ്ടറിന്റെ ഡിലേ എസും ആണെങ്കിൽ ഏതാണ് ഡിലേയുടെ വാല്യൂസ് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? നമുക്ക് റിപ്പിൾ കൗണ്ടർ, 4-bit റിപ്പിൾ കൗണ്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണും? 4 ബിറ്റ് ആണല്ലേ, 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണും. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് 10 ഉണ്ട്. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് എത്ര വരും? 4 × 10 വരും അല്ലേ? അപ്പോൾ 40 നാനോസെക്കൻഡ് വരും. ദെൻ സിഗ്നസ് കൗണ്ടർ ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിലേ, സിഗ്നസ് ക്ലോക്ക് ആണ്, അറ്റ് എ ടൈം ആണ് എല്ലാ ഇതിലും ഔട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് സൈക്കിൾ എടുത്താൽ മതി. അപ്പോൾ അവിടെ 10 നാനോസെക്കൻഡ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി, R = 40 nanosecond and S is equal to 10 nanosecond. Okay. Okay, next question. 38. Which combination circuit is well known for selecting a single input from multiple inputs? അതായത് മൾട്ടിപ്പിൾ ഇൻപുട്സിൽ നിന്ന് നമുക്കൊരു സിംഗിൾ ഔട്ട് കിട്ടണം. സോ മെനി ടു വൺ എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റ സെലക്ടർ ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ. മക്സ് തന്നെയാണ്. സോ ഡാറ്റ സെലക്ടർ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. How many NOT gates are required for the construction of a 4-to-1 multiplexer from the followings? Okay, so NOT gate എത്രണ്ണം വേണം മക്സ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ വരുന്നത് 2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. In the case of adder circuit, the carry propagation can be expressed as. ഇതിന്റെ ആൻസർ തൽക്കാലം പറയുന്നില്ല, ഒരു ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഫർദർ ഡിസ്കഷൻ ചെയ്യാം. Okay. Then the design and architecture of arithmetic and logic circuit is established on which scheme? Okay. ഏത് സ്കീം അനുസരിച്ചാണ് ALU ഡിസൈൻ ചെയ്യുന്നത്? കോമ്പിനേഷൻ ലോജിക് വെച്ചിട്ട്. Okay. Then the clock frequency of an 8085 microprocessor is 10 megahertz. Clock frequency തന്നിട്ടുണ്ട് 10 megahertz and time required to execute instruction is 1.2 microseconds. Then the T states needed for executing the instruction. T states needed ആണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ നോട്ട് ചെയ്യാണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. T സ്റ്റേറ്റ്സിന്റെ എണ്ണ ചോദിച്ചു. ഇതിന്റെ ജസ്റ്റ് ബേസിക്സ്, നിങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും പറയണ്ട, ബേസിക്സ് അറിഞ്ഞാൽ മാത്രം മതി. എന്താ, ഒരു മൈക്രോ പ്രൊസസറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10 മെഗാഹെർട്സ്. ഈ ക്ലോക്ക് ഫ്രീക്വൻസി നമുക്ക് എന്താ ഇതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം അല്ലേ? 1/10 മെഗാഹെർട്സ് 1/f കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ പറയുന്നത് ഏതോ ഒരു ഇൻസ്ട്രക്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 1.2 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്, മൈക്രോ സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവാൻ നമ്മൾ എത്ര ടി സ്റ്റേറ്റ് വേണം എന്നുള്ള രീതിയാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്രയോ ടി സ്റ്റേറ്റിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആയി, ആ വാല്യൂ 1.2 മൈക്രോ സെക്കൻഡ് ആണ്. നമ്മുടെ ഉദ്ദേശം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട് ഇൻസ്ട്രക്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ? T = 1.2 മൈക്രോസെക്കൻഡ് ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടുന്ന് T കണ്ടുപിടിച്ചിട്ടുണ്ടാവും 1/f. T ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കേ, ഇത് T ഇൻസ്ട്രക്ഷൻ. സോ 12 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. When two processors 1 and 2 executing the same instruction set and under identical conditions, then a same input program running on second processor takes 25% less time but incurs 20% more clock cycles per instruction as compared to the program running on first processor. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 2 പ്രോസസർ ഉണ്ട്, 2 ക്ലോക്ക് ഫ്രീക്വൻസി ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ടി സ്റ്റേറ്റ്സ്.
ക്ലോക്ക് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ടി സ്റ്റേറ്റ്സ് മാറും അല്ലേ? അപ്പൊ ആ ഒരു റേഷ്യോ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 1.6 GHz. So clock frequency of the first processor is 1 GHz ആണ്. Then the frequency of the second processor ആണ് question വരുന്നത്. Okay. Same ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. സോ ആൻസർ വരുന്നത് 1.6 GHz ആണ്. 1.6 GHz ആണ്. In 8085 assembly language, a sequence of 2 registers that multiplies the content of DE register pair by 2 and stores that result in HL register pair is. അതായത് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? രണ്ട് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 2. അതായത് ഇപ്പൊ എന്താ നമുക്കറിയാം. സോ എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ അത് മൾട്ടിപ്ലൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ചെയ്താലും മതി അല്ലേ? എക്സ് പ്ലസ് എക്സ് ചെയ്താലും എക്സ് ഇൻറ്റു 2 തന്നെയാണ്. ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? രണ്ട് രജിസ്റ്റർ പെയറുകളുണ്ട്. ഈ തന്നിരിക്കുന്ന ഏത് പ്രോഗ്രാമാണ് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഏതാണ്? എക്സ്ചേഞ്ച് ആൻഡ് ഡാറ്റ് എച്ച് ആയിരിക്കും. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എച്ച് എൽ പെയറും ഡി പെയറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഡി എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഡബിൾ അഡീഷൻ ആണ്. ഓക്കെ, അപ്പൊ എച്ച് എൽ പെയറിലെ വാല്യൂ എച്ച് എൽ പെയറിനോട് തന്നെ ആഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് വരും. ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഫൈൻഡ് ദി റെസൊല്യൂഷൻ ഓഫ് എ 10-bit അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ADC ആണ്, 10-bit ആണ്, ഫോർ ആൻ ഇൻപുട്ട് റേഞ്ച് ഓഫ് 10 volt. സോ വാട്ട് ഇസ് എ റെസൊല്യൂഷൻ? സോ റെസൊല്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് V ഡിവൈഡ് ബൈ 2n minus 1. V divided by full scale divided by 2n minus 1. So V full scale തന്നിട്ടുണ്ട് എത്രയാണ്? 10 ആണ്. So 10 divided by 2 എത്ര ബിറ്റ് ആണ്? 10 ബിറ്റ് ആണ്. So 2 raised to 10 minus 1. നമ്മൾ ഇതിന്റെ ഫുൾ ആൻസർ കീ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുട്ട് ഓൺ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. സോ 10 divided by 2 raised to 10 minus 1 ചെയ്ത് കഴിഞ്ഞാൽ you will get 9.77 millivolt. അതാണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ സൊല്യൂഷൻ ആണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു വേർഡ് ഫോർമാറ്റിൽ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ കീ പുട്ട് ചെയ്ത് തരാം. ഓക്കെ, with available head of 1 meter to develop 1 HP power output from a hydro power plant, speed at which the turbine will rotate is. ഒരു ഡെഫിനിഷൻ ടേം. അതെ, സ്പെസിഫിക് സ്പീഡിന്റെ ഡെഫിനിഷൻ ആണ്. അതാണ് ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത്. സോ സ്പെസിഫിക് സ്പീഡ് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യനിൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്പെസിഫിക് സ്പീഡ്. എ മോഡറേറ്റർ which is used in nuclear power plant to slow down the ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോഡറേറ്ററിന് ഉണ്ടാവേണ്ട പ്രത്യേകത ഷുഡ് ഹാവ്. ഓപ്ഷൻസ് നോക്കുക. ലോ മോളിക്കുലർ റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, then a conductor is composed of 7 identical copper strands, each having a radius of 2 cm. Then the self GMD of the conductor will be. അതാണ് ക്വസ്റ്റ്യൻ. 7 strands ഉള്ള കണ്ടക്ടർ ആണല്ലേ. അപ്പൊ നമ്മൾ എന്താ GMD ചോദിച്ചിരിക്കുന്നത്? GMD, ഓക്കെ, ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ്. അതായത് സെയിം അല്ല, ഡിഫറെന്റ് ഇതിലേക്ക് വരുന്ന ഡിസ്റ്റൻസുകൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ് GMD. അപ്പൊ ഇത് വരുമ്പോൾ എന്തെന്ന് വരും? റൂട്ട് ഓഫ് 7 കണ്ടക്ടേഴ്സ് ഉള്ള കാരണം D17 D11 തൊട്ട് D11 to 17 വരും. എന്നിട്ട് അതിന്റെ 7th റൂട്ട് വരും. ഓക്കെ, അത്രയുള്ള ആൻസർ. 4.35 സെന്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. Then 49th question. A circuit breaker has interrupted the current at the instant when its value is 5 kiloampere with inductance 10 millihenry and capacitance 1 microfarad. What will be the resistance value required for switching process? എന്താണ് സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്കിംഗ് അല്ലേ? സർക്യൂട്ട് ബ്രേക്കറിന്റെ ബ്രേക്കിംഗ് സമയത്ത് നമ്മൾ അതിന് കൊടുക്കുന്ന ആ റെസിസ്റ്റൻസ് വാല്യൂ എന്താ? നമ്മൾ റീസ്ട്രാക്കിംഗ് വോൾട്ടേജ്, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്, അങ്ങനെ വോൾട്ടേജുകൾ പഠിച്ചിട്ടുണ്ട്. ആ വോൾട്ടേജ് എന്താ നമുക്ക് കുറെ റിലേഷൻ, ഹാഫ് എൽ ഐ സ്ക്വയർ, ഹാഫ് CP സ്ക്വയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ റിലേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ എന്തായിരുന്നു? 1/2 റൂട്ട് L/C. ആ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആറിന്റെ വാല്യൂ ഇതിൽ നിന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എല്ലും സിയും തന്നിട്ടുണ്ട്. 10 millihenry, C is 1 microfarad. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 50 ohm ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മളൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. സോ ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
പേര് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന്റെ ലെവല് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ എക്സാമിനെ മൊത്തത്തിൽ എങ്ങനെ അനലൈസ് ചെയ്യാം? കട്ട് ഓഫ് ചോദിച്ചിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ കൂടി വന്നതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. കാരണം ഇതിന്ന് ഡിലീറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ആൾറെഡി സൊല്യൂഷൻ അറിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ടഫ്നെസ് ലെവൽ അത് നമുക്ക് പറയാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലും പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ടൈം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ആ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ആലോചിച്ച് ചെയ്യാവുന്ന രീതിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്ഷൻ ആണ്. മെയിൻ ആയിട്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇലക്ട്രിക്കൽ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മെഷീൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റേജ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ടഫ്നെസ് ലെവൽ കൂട്ടും. കാരണം മെജോറിറ്റി സ്റ്റുഡൻസ് കൂടുതൽ പേരും മെഷീൻസ് ഒക്കെ കുറച്ചധികം നോക്കിയിട്ടുണ്ടാവും, പക്ഷെ അവിടുന്ന് അത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഉറപ്പായിട്ടും പറയാം, ഒരു ആവറേജ് 50 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ടൈം ലിമിറ്റിനുള്ളിൽ അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. നമുക്ക് ആ ഒരു രീതിയിൽ മാർക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഒരു കട്ട് ഓഫ് മാർക്ക് പറയാൻ ഇപ്പൊ സാധ്യമല്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഫുൾ കീ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വൺസിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ അപ്ഡേറ്റ്സ് ഇതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കമ്മിങ് ഡേയ്സിൽ നിങ്ങളെ മുമ്പിൽ വരുന്നതാണ്. സോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ കീ ഒരു ഇനീഷ്യൽ ലെവലിൽ അനലൈസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. 49th പറഞ്ഞതാണ് 50. An overcurrent relay of current rating 5 ampere and setting 150% is connected to a 200 bar 5 ampere CT. Then the line current required to pick up the relay is. Okay, നമ്മൾ pickup current plug setting multiplier ഒക്കെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കുന്നതാണ് അല്ലേ. ഇപ്പൊ ഇവിടെ CT റേഷ്യോ 200 bar 5 ഉം then സെറ്റിംഗ് കറണ്ട് സെറ്റിംഗ് 150 ആണ്. ദെൻ കറണ്ട് റിക്വയർഡിങ് പിക്കപ്പ് റിലേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? 150, അതായത് 1.5 150/100 എന്ന് പറഞ്ഞാൽ 1.5 വരും. 1.5 into 200 ചെയ്യുമ്പോൾ 300 ആംപിയർ ആൻസർ. ഓക്കെ, കൺട്രോൾ സിസ്റ്റം 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കൺട്രോൾ സിസ്റ്റം. അതൊന്നും കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. The open loop transfer function of a unity feedback control system is g of s is equal to 1/s² plus 6s plus 9. The closed loop transfer function will have the poles. പോൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഏത് എഴുതണം? ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ CLTF എന്ന് പറയുമ്പോൾ g of s divided by 1 plus g of s h of s ആണ്. യൂണിറ്റി ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് h of s? ന്റെ വാല്യൂ 1 എടുക്കാം. സോ g of s നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ആ കിട്ടുന്ന ഇക്വേഷന്റെ ഡിനോമിനേറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക, ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട്സ് കാണുക. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ത് വരും? s² plus 6s plus 9 plus 1 വരും അല്ലേ. s² plus 6s plus 10 വരും. അത് സോൾവ് ചെയ്യുമ്പോൾ റൂട്ട്സ് കണ്ടുപിടിക്കുക. കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. സോ
മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ജെ ടേം ഉണ്ടാവും, കോംപ്ലക്സ് ടേം ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. ഇൻ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി ലാഗ് എറർ ഈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ വെലോസിറ്റി ലാഗ് എറർ എന്ന് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി കോഎഫിഷ്യന്റ് kv ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ES is equal to 1/kv ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളത് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ സി. ഓക്കെ. Which of the following is true for Routh's criteria? Hurwitz's criteria യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെബിലിറ്റി. ഓക്കെ. It gives an idea about absolute stability. The degree of instability and means to avoid it is not indicated in Routh's criterion. It indicates number of values of unstable roots. So it gives an idea about absolute stability. Correct ആണ്. Option first option okay ആണ്. Then second one wrong ആണ്. And third one, it indicates the number and values of unstable roots. So 193 ആണ് ഇതിന്റെ ആൻസർ. The effects of adding poles and zeros can be determined quickly from which plot? ഒരുപാട് പ്ലോട്ട് ഉണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും പെട്ടെന്ന് ക്വിക്ലി എഫക്റ്റ് ഓഫ് ആഡിങ് പോൾസും സീറോസും ആഡ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് കിട്ടുന്നത് ബോർഡേ പ്ലോട്ട് വരയ്ക്കുന്നതിൽ നമ്മൾ പോൾസ് ആണോ സീറോസ് ആണോ എന്നുള്ള അനുസരിച്ച് പെട്ടെന്ന് dB കൂടുകയും കുറയും ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ വിസിബിൾ ആണ്. അപ്പോൾ ബോർഡേ പ്ലോട്ട് ആയിരിക്കും ആൻസർ. നൈക്വിസ്റ്റ് പ്ലോട്ട് ഈസ് ഗിവൺ. നൈക്വിസ്റ്റ് പ്ലോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് ഗെയിൻ മാർജിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗെയിൻ മാർജിൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു 1/GS at omega PC. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ ഈ ഗെയിൻ 1/GH വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളാർ പ്ലോട്ടിൽ നമുക്കറിയാം ദിസ് വാല്യൂ ആണ് ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. അത് ഇതല്ല, ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു ആ വാല്യൂവിന്റെ 1/, എടുക്കാം. 1/0.3. സോ അതെടുത്ത് കഴിയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 3.33. ഓക്കെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അറ്റ് ഒമേഗ PC എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഒമേഗ PC ഫ്രീക്വൻസി ആണ് 180 ഡിഗ്രി ആക്സിസ് -1 ഈ ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ് ഇതാണ് നിൽക്കുന്നത്. ഓക്കെ. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് എ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂട്ടേഷൻ സെൽഫ് കമ്മ്യൂട്ടേഷൻ. കൂടുതൽ റെഫറൻസിന്റെ ആവശ്യമില്ല. സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രീ ഡീലിംഗ് ഡയോഡ്. എന്താണ് അഡ്വാൻറ്റേജ്? 2-3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇൻപുട്ട് പവർ ഫാക്ടർ ഈസ് ഇംപ്രൂവ്ഡ്. ശരിയാണ്. ലോഡ് കറന്റ് വേവ് ഫോം ഇംപ്രൂവ്ഡ്. ബെറ്റർ ലോഡ് പെർഫോമൻസ്. മൂന്നും എല്ലാം ശരിയാണ്. സോ ആൾ ഓഫ് ദീസ്. ഓക്കെ. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് 200 വോൾട്ട്. ക്വസ്റ്റ്യനിലെ ഡാറ്റ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. 200 വോൾട്ട്. ദ കണ്ടക്ഷൻ ടൈം of the thyristor is 300 microsecond and the output voltage is 600 volt. If the pulse width is half, pulse width നമ്മൾ പകുതിയാക്കി, for constant frequency operation the new output voltage is. So what is the new output voltage എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം V output is equal to step up chopper ആണ്. അപ്പോൾ 1/1 - alpha into V input ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആൽഫ കണ്ടുപിടിക്കുക. ഡ്യൂട്ടി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T on by ടോട്ടൽ T ആണ്. ഓക്കെ. ഇവിടെ പൾസ് വിഡ്ത്ത് ഹാഫ് ആവുന്ന പറയുന്നുണ്ട്. അതായത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓപ്പറേഷൻ T കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് T ഓൺ ചേഞ്ച് ചെയ്യുന്ന. ഓക്കെ. ആ മെത്തേഡാണ്. ഈ രണ്ട് റിലേഷൻ വെച്ചിട്ട് ആ രണ്ടിന്റെ ഒരു റേഷ്യോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും 300 വോൾട്ട്. ഓക്കെ. 3 SCRs are connected to form a series string. 3 SCRs ഉണ്ട്. The voltage across these thyristors are 300 volt, 250 volt, 200 volt respectively. If the current flowing through these thyristors are 5 ampere, 9 ampere and 11 ampere respectively, what will be the value of equalizing resistance to be connected across each SCRs? ഈ 3 SCRനെ across ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വലൈസിംഗ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റ് ഇക്വേഷൻ ഉള്ളതാണ് ചെയ്തു നോക്കുക. നമുക്ക് ആൻസർ 50. ഇക്വലൈസിംഗ് റെസിസ്റ്റൻസിന് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അവൈലബിൾ ആണ്. സോ ഇക്വേഷനിൽ പുട്ട് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. സ്നെബ്ബർ സർക്യൂട്ട് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ്. സ്നെബ്ബർ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ലിമിറ്റ്സ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. അതായത് dV/dt. തൈറിസ്റ്ററിനെ ക്രോസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന
RC സർക്യൂട്ട് ആണ് സ്നബ്ബർ എന്ന് പറയുന്നത്. ഇതാണ് സ്നബ്ബർ. സോ dV/dt ആ ഒരു ഇതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതെ. 61. If the latching current of a thyristor is 4 milliampere, the minimum width of gate pulse required to properly turn on the thyristor shown in the circuit below. Okay, ഈ സർക്യൂട്ട് കാണിക്കുന്ന ഈ thyristor ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗേറ്റ് പൾസ് വിഡ്ത്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എങ്ങനെയാ? ഇത് ജസ്റ്റ് ഒരു ഇൻഡക്ടൻസ് മാത്രമുള്ള സർക്യൂട്ട് ആണല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ട് V = L di/dt എന്നുള്ള റിലേഷൻ യൂസ് ചെയ്താൽ മതി. വോൾട്ടേജ് 100 വോൾട്ട് തന്നിട്ടുണ്ട്, L 0.1 ഉണ്ട്, DI ചേഞ്ച് ഇൻ കറണ്ട്, ലാച്ച് ഇൻ കറണ്ട്, മിനിമം കറണ്ട് ആണത്. DI യുടെ വാല്യൂ dt കിട്ടും, പൾസ് വിഡ്ത്ത് ആയിട്ട് കിട്ടും. ഓക്കെ, ആൻസർ 4 മൈക്രോസെക്കൻഡ് എന്ന് കിട്ടും. The peak inverse voltage of a single phase full wave, അതായത് നമ്മൾ റെക്ടിഫയർ ഫുൾ വേവിൽ 2 ടൈപ്പ് ഉണ്ട്, ബ്രിഡ്ജും സെന്റർ ടാപ്പും ഉണ്ട്. അതിൽ ബ്രിഡ്ജിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ്, സെന്റർ ടാപ്പഡ് ആണെങ്കിൽ 2VM ആണ്. സോ ബ്രിഡ്ജ് ആണ് ചോദിച്ചേക്കുന്നത്, VM ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി ഓപ്പാം എന്നാണ് അനലോഗ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പാം ഹാസ് എ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 10,000 ആണ് ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് CMRR 100 dB. CMRR ക്വസ്റ്റ്യനിൽ ഡാറ്റ വന്നിട്ടുണ്ട് 100 dB. ദ കോമൺ മോഡ് ഗെയിൻ, അപ്പൊ നമുക്ക് AD യുടെ വാല്യൂ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, 10,000 ആണ്. CMRR dBയിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആൻസർ നോക്കുക, നിങ്ങൾ ഗെയിൻ, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ്ലെസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ CMRRനെ 100 dBനെ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള CMRR ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ CMRR in dB എന്ന് പറഞ്ഞാൽ എന്താണ്? 20 log AD/ACM. 20 log AD/ACM ആണ്. So that is equal to എത്രയാണ്? 100. ഓക്കെ, സോ 100 dB ആണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 കിട്ടും. സോ AD/ACM എത്ര കിട്ടും? 10⁵. AD/ACM ഈസ് 10⁵. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? AC കണ്ടുപിടിക്കാം. AC ഇത് ഡിഫറൻഷ്യൽ ഗെയിൻ ACM കണ്ടുപിടിക്കാം. AD തന്നിട്ടുണ്ട്, AD ഇവിടെ തന്നിട്ടുണ്ട്. സോ ആൻസർ 0.1 ആണ് ആൻസർ. Then which is not a characteristic of ideal op amp. Ideal op ampന്റെ characteristics 7 പോയിന്റ്സ് ഉണ്ട്. ആ 7 പോയിന്റ്സും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. അതിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇംപെഡൻസിന്റെ കേസിൽ അത് വളരെ ലോ ആണെന്നുള്ളതാണ്. പക്ഷെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതല്ലാത്തത്, ഐഡിയൽ അല്ലാത്ത കേസ് എപ്പോഴാണ് വരിക? ഔട്ട്പുട്ട് ഇംപെഡൻസ് ആക്ച്വലി ഐഡിയൽ വാല്യൂ 0 ആണ്. പക്ഷെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഹൈ ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഇതൊരു ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പ് ആമ്പ് ഇൻക്രീസ് 8 വോൾട്ട് ഇൻ 14 മൈക്രോസെക്കൻഡ് 14. ഓക്കെ, സോ വാട്ട് ഇസ് എ സ്ലൂ റേറ്റ്? സ്ലൂ റേറ്റിന്റെ ബേസിക് ഡെഫിനേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. വോൾട്ടേജ് 8 വോൾട്ടും ടൈം എത്രയാണ്? 14 മൈക്രോസെക്കൻഡ് ആണ് ടൈം വരുന്നത്. സോ 8/14 മൈക്രോസെക്കൻഡ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. സ്ലൂ റേറ്റ് 0.57. ഓക്കെ, ദെൻ അഗൈൻ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് ബ്ലോക്ക് ഡയഗ്രാം ഏത് എന്നുള്ളതാണ് ഇതിന്റെ. ഇതൊക്കെ നമുക്ക് ഒന്നാമത് ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആയിരുന്നല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടൈം വീണ്ടും കളയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടൈം എടുത്ത് ചെയ്യേണ്ട ടൈപ്പ്. അതെ, ഇപ്പൊ ഇവിടെ ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ അത് റെഡ്യൂസ് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ G1 G2/1 + G1 G2 H1 എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ ഒരു പാരലൽ പാത്ത് ഉണ്ട്, അതായത് ഇവിടെ വരുന്നത് G3 + G4 ആണ്. അഗെയിൻ ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ബ്ലോക്ക്. അഗെയിൻ ഒരു വലിയ ഫീഡ്ബാക്ക് H2 ഉണ്ട്. അവിടെ G/1 + GS അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്ത് അതിന്റെ ഫർദർ റിഡക്ഷൻ വന്ന് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, അത് ചെയ്തു നോക്കുക, സമയം എടുത്ത് ചെയ്തു നോക്കുക. ക്യാൻസൽ ഔട്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഓപ്ഷനിലേക്ക് വരും. ഓക്കെ, സെയിം ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇൻ ദ അബവ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് there are dash number of combination of 2 നോൺ ടച്ചിങ് ലൂപ്പ്. എത്ര 2 നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് നോൺ ടച്ചിങ് ലൂപ്സ് നമ്മൾ മേസൺസ് ഫോർമുല ഉപയോഗിച്ച് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്നുള്ളത്. ഇവിടെ ആദ്യം ലൂപ്സ് ഏതൊക്കെയാ, ഇൻഡിവിജ്വൽ ലൂപ്സ് ഏതൊക്കെയാന്ന് നോക്കുക. ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. അഗെയിൻ ഇതൊരു ലൂപ്പ് അല്ല, ഇത് ഈ ഡയറക്ഷനിൽ, ഇവിടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു വരുന്നതല്ല. ദെൻ ഇത് ഒരു ലൂപ്പാണ്. അപ്പൊ എത്ര? 4 ലൂപ്പുകൾ ഉണ്ട്. ഇനി അത് നോൺ ടച്ചിങ് ലൂപ്പുകളാണ് അറിയേണ്ടത്.
കോമ്പിനേഷൻസ് നോക്കുക, ഇതും നോൺ ടച്ചിങ് ആണ്, ഇതും നോൺ ടച്ചിങ് ആണ്, ഇതും നോൺ ടച്ചിങ് ആണ്, ഇഗൈൻ ഇതും നോൺ ടച്ചിങ് ആണ്. എത്രയായി? 4 കോമ്പിനേഷൻസ് ആയി. അങ്ങനെ 4 കോമ്പിനേഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ. The system produces an output തന്നിട്ടുണ്ട് സിസ്റ്റത്തിന്റെ for a unit step input. The nature of the response, അതായത് ഇതിന്റെ റെസ്പോൺസിന്റെ നാച്ചർ എന്താന്നുള്ളതാണ്. സോ നാച്ചർ ഓഫ് ദി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ റെസ്പോൺസ്. ഇവിടെ ഇൻപുട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് R of S = 1/s ആണ്. സോ ഇത് ഔട്ട്പുട്ട് ആണ് തന്നിരിക്കുന്നത്. സോ C of S ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ C of S by R of S എടുക്കുക. C of S by R of S എടുക്കുമ്പോൾ ഇത്രയും പാർട്ട് മാത്രം വരും. അതിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സീറ്റ 2 theta omega ns പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, അതിലെ സീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ സീറ്റയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഓവർ ഡാംപ്ഡ് ആണോ അണ്ടർ ഡാംപ്ഡ് ആണോ ക്രിട്ടിക്കൽ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ അറൌണ്ട് ഒരു സീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഒരു 1.25 സംതിങ് ലൈക്ക് ദാറ്റ്, അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ആ സീറ്റയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഓവർ ഡാംപ്ഡ് എന്നുള്ള ആൻസറിലേക്ക് എത്തിയത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. Next question. The peak time TP 3 seconds for a system to which step input is applied. The damping frequency. So peak time in the equation is pi by omega d ആണ് ഇതിന്റെ. Where d is the damping frequency. Okay. അപ്പോൾ ഇത് omega d ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? So omega d is pi by TP. pi by TP. TP യുടെ വാല്യൂ തന്നിട്ടുണ്ട്. So 3.14 by 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.05 ആണ് ആൻസർ. ഓക്കെ, അഗൈൻ ഒരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. ദ പൊസിഷണൽ എറർ കോഎഫിഷ്യന്റ് ഈസ് KP. KP എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കണേ? ലിമിറ്റ് s tends to 0 KP ആണ്, പൊസിഷൻ ആണ്. അപ്പോൾ G of S H of S. അപ്പോൾ G ഇതാണ്, H of S എന്ന് പറയുന്നത് എന്താ? യൂണിറ്റി ഫീഡ്ബാക്ക് ആണ് അല്ലേ? അപ്പോൾ H of S 1 ആണ്, H of S 1 ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് എന്താ S ന് 0 കൊടുത്താൽ മതി. എന്തെന്ന് വരും? S ന് 0 കൊടുക്കുമ്പോൾ h s = 0. ഇതിന്റെ ആൻസർ എന്തെന്ന് വരും? 40 ഡിവൈഡഡ് ബൈ 0 5 8. ഓക്കേ, 8. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 8 ആണ് KP യുടെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ LVDT the secondary windings are connected in series opposition. Secondary windings are connected in series opposition ആണ് ആൻസർ. ഓക്കെ. Which of the following is a primary cell? Primary cellന് എക്സാമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിങ്ക്, കാർബൺ, ഡ്രൈ സെൽ ആണ് ആൻസർ. ഓപ്ഷൻ എ. In series grouping of batteries, increase in the number of cells result in. സീരീസ് ഗ്രൂപ്പിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സെൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യോ? ഇല്ല, സീരീസ് ആണ്. അപ്പോൾ സെയിം കറണ്ട് ആണ് അല്ലേ? കോൺസ്റ്റന്റ് കറണ്ട് ആണ്. അപ്പോൾ ആൻസർ കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും. ബാക്കി ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ല, സീരീസ് ആയിട്ട് വരുമ്പോൾ വോൾട്ടേജ് V1 + V2 + എക്സെട്ര ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ദ എർത്ത് റെസിസ്റ്റൻസ്. എർത്ത് റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക? ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് എന്താണ് എർത്ത് റെസിസ്റ്റൻസ്? അല്ലേ, നമ്മൾ എർത്തിങ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, സമ്മർ സീസണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടല്ലേ? അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? എർത്ത് റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. The purpose of earthing is to. Earthing section 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. The purpose of earthing is to എന്താണ്? Provide a low resistance path to earth. Which is the advantage of cleat wiring system? ക്ലീറ്റ് വയറിംഗ് നമ്മൾ ഡൊമസ്റ്റിക് വയറിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ളതാണ് ക്ലീറ്റ് വയറിംഗ്. എന്താ അതിന്റെ പ്രത്യേകത? ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതിൽ നിന്ന് തന്നെയാണ്. വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ദി ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. മെറ്റൽ കോണ്ടാക്ട് വയറിംഗ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ. കാൻഡല is unit of one of the fundamental unit ആണ് കാൻഡല. കാൻഡല is a unit of luminous intensity of a source. Option C. Which lamp shows stroboscopic effect? Fluorescent lamp ആണ്. stroboscopic effect എന്താ? ഫ്ലിക്കറിംഗ്.
അതാണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ AC ഫ്രീക്വൻസി അനുസരിച്ച് ലാമ്പ് കിടന്ന് മിന്നുന്നതാണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളത് വിസിബിൾ ആയിട്ട് കാണുന്നത് ഫ്ലൂറസെന്റ് ലാമ്പിലാണ്. The resistance of a instrumentation section എന്നുള്ള question ആണ്. Measurements. Okay, the resistance of a moving coil voltmeter is വാല്യൂൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. The moving coil has 150 turns and is 4 cm long and 3 cm wide. The flux density in the air gap is 5.5 into 10⁻⁻² Weber per meter square. Find the deflection torque produced by 150 volt. So torque in the equation BINA അതിലുള്ള തന്നിരിക്കുന്ന ടേംസ് വെച്ചിട്ട് ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ടോർക്ക് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരും. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇതിന്റെ ഗാൽവനോമീറ്റർ ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? ഓക്കേ. Calculate the shunt resistance required for converting 2 milliampere meter with internal resistance of ഇത് ഓം ആണ്. Okay, 60 ohm into 0 to 100 milliampere a meter. So what is the shunt resistance required? എന്താ ചോദ്യം? റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് മീറ്റർ ആണ് അല്ലേ? 2 milliampere ഒരു മീറ്റർ ഉണ്ട് നമ്മുടെ 2 milliampere ഒരു മീറ്റർ ഉണ്ട് കയ്യിൽ. അതിന്റെ റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് 60 ഓം ആണെന്ന് തന്നിരിക്കുന്നു. നമുക്കിതിനെ എത്ര milliampere മീറ്റർ ആക്കണം? 100 milliampere മീറ്റർ ആക്കണം. അതായത് ഇവിടെ എനിക്ക് 100 milliampere കൊടുക്കാൻ സാധിക്കണം. ഇവിടെ 100 milliampere കൊടുക്കണം. ഈ മീറ്റർ പ്രൊട്ടക്റ്റഡ് ആവണമെങ്കിൽ ഇതിലൂടെ 2 milliampere മാത്രമേ പോകാവുള്ളൂ. ബാക്കി 100 - 2 milliampere, അതായത് 98 milliampere ഈ റെസിസ്റ്റൻസിൽ കൂടെ പോകണം. ഓക്കെ, ആ റെസിസ്റ്റൻസിൽ കൂടെ പോകണം. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. എങ്ങനെ കണ്ടുപിടിക്കാൻ? ജസ്റ്റ് വോൾട്ടേജ് ഇക്വേഷൻ എഴുതിയാൽ മതി. ഈ പോയിന്റിലുള്ള വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് അക്രോസ് മീറ്ററും അക്രോസ് ഈ ഷണ്ടും സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ 98 milliampere into RSH equal to 60 into 2 milliampere അങ്ങ് ചെയ്യുക. അതിൽ നിന്ന് RSH കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ആൻസർ വരുന്നത് 1.22 ഓം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് can be used for vertically mounted എന്നാണ് അല്ലേ? Option B. The sensitivity of an oscilloscope depends on sensitivity. Okay. Sweep generator, ആ sawtooth wave. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. CROന്ന് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Power loss can be considerably reduced while testing energy meter by. അതെ, എന്താ ടെസ്റ്റിംഗ് ഓഫ് എനർജി മീറ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ലോഡിംഗ് വഴിയും ഫാൻഡം ലോഡിംഗ് വഴി നമുക്ക് എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യാം. എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലോഡിംഗ് ചെയ്തുള്ള പ്രശ്നം എന്താണ്? ആവശ്യമില്ലാതെ നമ്മൾ കുറെ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഒക്കെ ആ പ്രഷർ കോയിൽ കറണ്ട് കോയിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഫാൻഡം ലോഡിംഗിൽ നമ്മൾ ചെയ്യുന്നത് കറണ്ട് കോയിൽ എനർജൈസ് ആക്കുന്നത് ഒരു സെപ്പറേറ്റ് ബാറ്ററിയിൽ നിന്നാക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? കറണ്ട് കോയിലിലെ പവർ കുറഞ്ഞു കിട്ടും. അപ്പൊ ആ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫാൻഡം ലോഡിംഗ്. ഓക്കെ. The speed of rotation of induction type energy meter can be controlled by. എങ്ങനെയാ എനർജി മീറ്ററിന്റെ ഇത് ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും നമ്മൾ എനർജി മീറ്റർ അല്ല, പണ്ടത്തെ എനർജി മീറ്റർ ഏതാ റൊട്ടേറ്റിംഗ് ഡിസ്കുള്ള എനർജി മീറ്ററിൽ അതിന്റെ റൊട്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് ബ്രേക്കിംഗ് മാഗ്നറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് നിങ്ങളുടെ പാരന്റ്സെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മതി ഇത് ആൻസർ ചെയ്യാൻ. ഓക്കെ. Then aqueduct coating in CRO is used to collect secondary emission electrons. Then sweep generator of a CRO is used to produce a sawtooth voltage for horizontal deflection of electron B. അതെ, രണ്ട് പ്ലേറ്റുകളുള്ള horizontal plate vertical deflection plate. Okay. The next question. A moving coil ammeter as a uniform scale with 100 divisions and gives a full scale reading of 10 ampere. The instrument can read up to 1/5 of a scale division with a fair degree of certainty. Determine the resolution. Resolution എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് അതിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ 100 ഡിവിഷൻ ഈസ് ഇക്വലന്റ് ടു എത്രയാണ്? 10 ആംപിയർ ആണ്. 100 ഡിവിഷൻ 10 ആംപിയർ ആണ്. 1/5 ഡിവിഷന്റെ അപ്പോൾ ഇതിന് 1 ഡിവിഷൻ കിട്ടും.
അതിന്റെ റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക. അത് ഫൈനൽ ആൻസർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒരു ബ്രേക്കിന്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ട്. ഈ മെത്തേഡിൽ ചെയ്താൽ മതി. കേട്ടോ. The next question, which of the following system has memory? എന്താണ് മെമ്മറി ഉണ്ടെങ്കിൽ, അതായത് പ്രസന്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ മെമ്മറി വേണ്ട. ഓക്കെ, പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻപുട്ട്, പാസ്റ്റ് ഇൻപുട്ട് വരുമ്പോഴാണ് ഇത് മെമ്മറി വേണ്ടത്. ഇവിടെ നോക്കൂ, y(t-1) എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഇതിന് മെമ്മറി വേണം. ഓക്കെ, വേറെ ഒന്നിലും അങ്ങനത്തെ ടേംസ് ഇല്ല. ഓക്കെ, a signal has a spectrum ranging from 0 to 15 kilohertz is to be sampled to be converted to discrete form. What is the minimum number of samples per second that must be taken to ensure recovery? അതായത് നമ്മൾ ആ സാമ്പിളിംഗ് തിയറത്തിന്റെ കൺസെപ്റ്റ് ആണ്. സോ ഇതിൽ സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്? 15 കിലോഹെർട്സ് ആണ് ഇതിന്റെ മാക്സിമം ഫ്രീക്വൻസി വരുന്നത്. സോ FM മാക്സിമം 15 കിലോഹെർട്സ് ആണ്. സോ സാമ്പിളിംഗ് റേറ്റ് എന്താണ്? FS is equal to, അല്ലെങ്കിൽ FS greater than or equal to 2FM. So minimum sampling rate FS is equal to 2FM. So 2 into 15 kilohertz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 kilohertz വരും. സോ സാമ്പിൾ പെർ സെക്കൻഡ് ആവുമ്പോൾ 30,000. ഓക്കെ, സോ 30,000 സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷം, ഒരു 2 minutes ബ്രേക്കിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, 2π. ഓക്കെ, സോ ഫണ്ടമെന്റൽ പീരിയഡിന്റെ ഇക്വേഷൻ ഉണ്ട്. സോ ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π by omega is 0.2π. സോ പൈ ക്യാൻസൽ ആയി. സോ എത്ര വരും ആൻസർ? 10. 2 by 0.2. സോ ആൻസർ is 10. Okay. A system is described by T of xn is G of n into x of n. Which of the following is correct for the system? എന്താണ് ഇവിടെ T of x of n, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ G of n into x of n എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ് കറക്റ്റ് എന്നാ ചോദിക്കുന്നത്. ഓക്കെ, ഇത് നോൺ ലീനിയർ ആണോ? അല്ല, ഇവിടെ ക്വാഡ്രാറ്റിക് ടേംസ് ഒന്നും കാണുന്നില്ല. അപ്പൊ നോൺ ലീനിയർ അല്ല, ലീനിയർ ആണ്. ദെൻ ടൈം ഇൻവേരിയന്റ്, ഇവിടെ G of n എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതാണ്. അപ്പോൾ ടൈം ഇൻവേരിയന്റ് ആകാം. ദെൻ നോൺ കോസൽ അല്ലേ, അതും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ഇത് പറയാൻ പറ്റുന്ന ഒരു കാര്യം മെമ്മറി ലെസ് ആണ്. കാരണം x(-1) അങ്ങനെയുള്ള ടേംസ് ഒന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് മെമ്മറി ലെസ് ആണ് എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ സി. Check the causality and stability of the following system. H of n is equal to 0.5 raised to n ആണ്. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു സ്പെക്ട്രം വരച്ചു നോക്കി തന്നെ raised to n ആണ്. 0.5 ശരി, ഇത് പവറിലാണ് വരുന്നത്. raised to mod n ആണ്. അപ്പോൾ mod n ആയതുകൊണ്ട് എന്തെന്ന് വരും? ഇതിന്റെ ഒരു സ്പെക്ട്രം രണ്ട് സൈഡിലേക്ക് ഉണ്ടാവും. രണ്ട് സൈഡിലേക്കും വരും അല്ലേ? രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇത് കോസൽ അല്ല, ഇപ്പൊ നോൺ കോസൽ ആണ്. ദെൻ മോഡൻ സ്റ്റെബിലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഏതാ? ഇൻക്രീസിങ് വാല്യൂ, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേബിൾ എന്ന് പറയാം. അതായത് ബിബോ സ്റ്റേബിൾ എന്ന് പറയാം. നോൺ കോസൽ ബിബോ സ്റ്റേബിൾ ആണ് ആൻസർ വരിക. A necessary and sufficient condition for Bibo stability of discrete time LTI system is. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുമ്പോൾ എല്ലാ പോൾസും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ റിലേഷൻ. അപ്പൊ അത് വരുന്നത് magnitude of every root of its characteristic equation must be less than 1. Okay. A system is linear if it is linear ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? അഡിറ്റീവ് പ്രോപ്പർട്ടി വേണം. അതുപോലെ ഒരു ആൽഫ ബീറ്റ കൊണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള കൺസെപ്റ്റ്, അതും രണ്ടും കൂടിയും വന്നിട്ടാണ് ലീനിയർ കൺസെപ്റ്റ് വരും. അതായത് അഡിറ്റീവ് ആൻഡ് ഹോമോജീനിയസ്. ഓക്കെ, ഏലിയാസിംഗ് ഒക്കേഴ്സ് വെൻ. ഏലിയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്ട്രൽ ഓവർലാപ്പിനെയാണ് ഏലിയാസിംഗ് എന്ന് പറയുക. സാമ്പിളിംഗിൽ വരുന്നതാണ്. സോ FS greater than or equal to 2FM വേണം നമ്മൾ സാമ്പിൾ ചെയ്യാൻ. സോ FS less than 2FM ആവുമ്പോൾ ആ ഒരു അടുത്തടുത്തുള്ള സ്പെക്ട്രംസ് തമ്മിൽ ഒരു ഓവർലാപ്പ് വരും. അതിനാണ് ഏലിയാസിംഗ്. സോ ഏലിയാസിംഗ് സംഭവിക്കാൻ ഈ ഒരു ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്യുമ്പോഴാണ് ഏലിയാസിംഗ്. നോട്ട് ഗ്രേറ്റർ ദാൻ 2FM അല്ലെങ്കിൽ FS less than 2FM. ഓക്കെ, എ സിഗ്നൽ x of t തന്നിട്ടുണ്ട്. രണ്ട് സിഗ്നൽസിന്റെ സം ആയിട്ട് തന്നിട്ടുണ്ട്. ഈസ് ഐഡിയലി സാമ്പിൾഡ്. ഐഡിയൽ സാമ്പിളിംഗ് ആണ്. FS equal to 2FM എന്നുള്ള IQ സ്ട്രേറ്റിൽ തന്നെ നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. സോ ഫൈൻഡ് ദ മാക്സിമം അലവബിൾ ഇന്റർവെൽ ബിറ്റ്വീൻ സാമ്പിൾസ്. സോ സാമ്പിളിംഗിന് ശേഷം നമുക്ക് കിട്ടുന്ന നിയറസ്റ്റ് രണ്ട് സാമ്പിൾസ് തമ്മിലുള്ള ഇന്റർവെല്ലാണ് ചോദിച്ചേക്കുന്നത്.
ഓക്കെ സോ TS ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. രണ്ട് സിഗ്നൽ അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഗ്രേറ്റർ 1 ആണ് എടുക്കേണ്ടത്. സോ 3πt ആണ് ഒന്ന്, ω t cos ω t ω1t. ഇത് നമുക്ക് ω2t എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ω2 ആണ്, 10π ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് വരും? 10π ആണ് ω2. സോ ω എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πf is equal to 10π. സോ അതിന് f കിട്ടും, f is equal to 5 കിട്ടും. അപ്പൊ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times that frequency, that is 10 കിട്ടും. സാമ്പിളിംഗ് ഫ്രീക്വൻസി 10 കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇന്റർവെല്ലാണ്, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1/fs ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 1/10. സോ ആൻസർ 0.2 അല്ല, ആൻസർ ഈസ് 0.1. ഓക്കെ, 0.1 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 1/10, 0.1 സെക്കൻഡ്. ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ, അതായത് ഏലിയാസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ പാസ് ഫിൽട്ടർ ആണ് ആൻസർ. LPF, ലോ പാസ് ഫിൽട്ടർ. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ളതാണ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിനകത്ത് അതായത് സോഴ്സിംഗ് ഇല്ലാത്തതാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇവിടെ സോഴ്സിംഗ് ഉള്ളതാണ് ഇത് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ എന്ന്. അപ്പൊ ഇതാണ് ഇതിനകത്തെ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഇത് PSCയുടെ ആൻസർ കീ വരുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന സൊല്യൂഷൻ ആണ്. നമ്മൾ എക്സ്പെർട്ട് കൺസൾട്ടേഷനിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ചില ക്വസ്റ്റ്യൻസ് ഇപ്പോഴും കൺഫ്യൂസിംഗ് ആയി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രോബബിൾ ആൻസർ ആണ് ചിലതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്ലാരിറ്റി കിട്ടുന്നതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമ്മുടെ വൺസിന്റെ യൂട്യൂബ് ചാനലിൽ പുട്ട് ഓൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ടായി പറഞ്ഞു. ഡീറ്റെയിൽ സൊല്യൂഷൻ വിത്ത് സ്റ്റെപ്പ് നമ്മൾ വൺസിന്റെ യൂട്യൂബ് ചാനലിൽ പുട്ട് ഓൺ ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുക, ഡീറ്റെയിൽ സൊല്യൂഷൻ അതിലുണ്ടാവും. പിന്നെ PSCയുടെ പ്രൊഫഷണൽ കീ കൂടെ വന്നാലാണ് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും പല രീതിയിൽ നമുക്ക് അതിന്റെ ഡാറ്റാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ നമ്മളുടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള ഒരു 100 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു കീയുടെ പ്രസന്റേഷൻ ആണ് ചെയ്തത്. ഇതിന്റെ ഡീറ്റെയിൽഡ് കീ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. പല ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകൂടി ചെയ്യോ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അതിനൊന്നും ഇപ്പൊ ആൻസർ ചെയ്യുന്നില്ല. പറഞ്ഞല്ലോ, ഫൈനൽ ആൻസർ കീ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമ്മൾ പലവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ടഡ് കട്ട് ഓഫും എത്ര റാങ്ക് ലിസ്റ്റ് വരും, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് വരുന്നതനുസരിച്ച് പ്രൊവിൻഷ്യൽ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് എക്സ്പെക്ടഡ് കട്ട് ഓഫിനെ പറ്റി നമ്മൾ ഇതിന്റെ ആൻസർ കീ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടുള്ള ആൻസർ കീ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരും. അപ്പൊ പല ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് അൺസ്റ്റേബിൾ ആവുന്നത്, RH ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട്, പിക്കപ്പ് കറന്റിനെ ബേസ് ചെയ്തിട്ട് വർഷ ചോദിച്ചിട്ടുണ്ട്. പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സെഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ എക്സാം ആണ്. സോ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സാം എത്രത്തോളം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നതിന്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ കീ ആയിട്ട് വൺസ് ടീം നിങ്ങളുടെ മുന്നിൽ വന്നത്. എക്സാം കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ ആരും നിർത്തണ്ട, പഠനം കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. KSEB സബ് എഞ്ചിനീയർ ഒക്കെ ഇനി എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. ഈ എക്സാം കഴിഞ്ഞു. അത് എന്ത് റിസൾട്ട് ആണെങ്കിലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് സബ് എഞ്ചിനീയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. വൺസ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. സോ അതിന്റെ കോഴ്സസ് കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ കോഴ്സും KSEB സബ് എഞ്ചിനീയർ കോഴ്സും എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾ വൺസ് ആപ്പ് സപ്പോർട്ടോട് കൂടി ഒരു ഫുൾ പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോഴ്സസ് നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പുട്ട് ഓൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതാം. പുതിയ സ്ട്രാറ്റജി നമുക്കിപ്പോൾ മനസ്സിലായി. ഈ രീതിയിലുള്ള മോക്ക് എക്സാംസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇടുന്നുണ്ട്. എല്ലാം ചെയ്ത് പഠിക്കുക. താങ്ക് യു. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.